ഹായ് മക്കളെ, എടാ നെക്സ്റ്റ് നമുക്ക് ഏത് ചാപ്റ്റർ ആയിട്ടാ? ഇലക്ട്രോ കെമിസ്ട്രി, അതായത് വൈദ്യുത രസതന്ത്രം. ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൽ കണ്ടേക്കും ഫസ്റ്റ് തന്നെ ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോ ലിറ്റിക് സെല്ലും, അതായത് വൈദ്യുത രാസെല്ലുകളും വൈദ്യുത വിശ്ലേഷണ സെല്ലുകളും. മക്കളെ ഇത് തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. കാരണം 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈദ്യുത രാസെല്ലുകളും വൈദ്യുത വിശ്ലേഷണ സെല്ലുകളും. റെഡിയാണോടാ? എടാ ഇതന്നെടാ എന്തായിരിക്കും ഇലക്ട്രോ കെമിക്കൽ സെല്ല്? എടാ ദ സെൽ വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. എടാ രാസ ഊർജം വൈദ്യുത ഊർജമാക്കുന്ന സെല്ലുകളെ പറയുന്ന പേരാണ് വൈദ്യുത രാസ സെല്ലുകൾ എന്ന് പറയും. അതായത് മക്കളെ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോട്ടെടാ. എടാ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോ. എടാ ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു മക്കളെ? കെമിക്കൽ എനർജി ആയി മാറുന്നു. എടാ ഇലക്ട്രിക്കൽ എനർജി, എടാ ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ അല്ല, സോറി കെമിക്കൽ എനർജി. എടാ കെമിക്കൽ എനർജി അഥവാ രാസ ഊർജം എന്തായി മാറുന്നുടാ? വൈദ്യുതോർജം അഥവാ ഇലക്ട്രിക്കൽ എനർജി ആയി മാറുന്നു. എടാ രാസ ഊർജം, എടാ ഈ വൈദ്യുത ഊർജം അല്ലെ, രാസ ഊർജം വഴി എന്ത് ചെയ്തു? എടാ വൈദ്യുത ഊർജം ലഭിക്കുന്ന, അതായത് കെമിക്കൽ എനർജി എന്തായി മാറുന്നുടാ? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലുകളെ പറയുന്ന പേരാണടാ ഇലക്ട്രോ കെമിക്കൽ സെൽ അഥവാ വൈദ്യുത രാസ സെല്ലുകൾ എന്ന് പറയും. മക്കളെ അങ്ങനെയാടാ ആനോഡിന്റെ ചാർജ് എന്തായിരിക്കൂടാ? നെഗറ്റീവ് ആണ്. എടാ കാഥോഡിന്റെ ചാർജ് എന്തായിരിക്കൂടാ? പോസിറ്റീവ് ആണ്. റെഡിയാണോടാ? ആനോഡിലും സംഭവിക്കൂടാ. എടാ ആനോഡിലും സംഭവിക്കും ഓക്സിഡേഷൻ ആണ്. റെഡിയാണോ? കാഥോഡിലും സംഭവിക്കൂടാ റിഡക്ഷൻ ആണ്. റെഡിയാണോ? അപ്പൊ ആനോഡ് നെഗറ്റീവ്, കാഥോഡ് പോസിറ്റീവ്. ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡ് എന്താടാ? റിഡക്ഷൻ സംഭവിക്കുന്നു. റെഡിയാണോ? നെക്സ്റ്റ് മക്കളെ എന്താടാ? ഇലക്ട്രോലിറ്റിക് സെല്ലാണ്, അഥവാ വൈദ്യുത വിശ്ലേഷ സെല്ലുകളാണ്. എടാ എന്താടാ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എടാ ഇലക്ട്രോലിറ്റിക് സെൽ നേരെ തിരിച്ച്, എടാ ഇലക്ട്രോ കെമിക്കൽസ് നേരെ തിരിച്ച്, എടാ ഇലക്ട്രിക്കൽ എനർജി വഴി എന്താക്കി മാറ്റുന്നുടാ? കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. എടാ ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറ്റുന്നു? കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. മക്കളെ ആനോഡിന്റെ ചാർജ് എന്തായിരിക്കൂടാ? പോസിറ്റീവാ. നേരെ ഉൾട്ടടിച്ചണം. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് നേരെ ഉൾട്ടടിച്ച. എടാ കാഥോഡിന്റെ ചാർജ് എന്തായിരിക്കൂടാ? കാഥോഡിന്റെ ചാർജ് എന്തായിരിക്കൂടാ? നെഗറ്റീവ് ആയിരിക്കും. എടാ അപ്പോൾ നോക്കിക്കോട്ടെടാ, ആനോഡിൽ എന്ത് സംഭവിക്കൂടാ? ഓക്സിഡേഷൻ ആണ്. കാഥോഡിൽ മക്കൾ എന്ത് സംഭവിക്കടാ? അപ്പോൾ എന്തായിരിക്കൂടാ? റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ്. റെഡിയാണോ? അത് മാറ്റല്ല. ആനോഡിൽ ഓക്സീകരണം, കാഥോഡിൽ നിരോക്സീകരണം. ജസ്റ്റ് ചാർജ് അങ്ങോട്ടും മാറും, അതിന്റെ പ്രോപ്പർട്ടിയും മാറും. റെഡിയാണോ മക്കളെ? ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ മക്കൾ ആരാടാ? ഗാൽവാനിക് സെല്ല്. മക്കൾ ആരാടാ? ഗാൽവാനിക് സെല്ല്. മക്കളെ ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആരാടാ? പറയടാ. ഇലക്ട്രോ പ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം. എന്ന് പറയും. റെഡിയാണോ? സോ നെക്സ്റ്റ് ടോപ്പിക് നോക്കട്ടെ. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാ ഗാൽവാനിക് സെല്ലിനെ പറ്റിയിട്ടാണ്. റെഡിയാണോടാ? ഗാൽവാനിക് സെല്ല് കേട്ടിട്ടുണ്ടോ മക്കളെ? ഗാൽവാനിക് സെല്ല് അല്ലെ, നമ്മൾ കേട്ടേക്കും ഗാൽവാനിക് സെല്ല്, പക്ഷെ എന്താണ് അറിയുന്നുണ്ടാവില്ല. റെഡിയാണോ? പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാ? ഈ ഒരു ക്ലാസ്സിൽ ഗാൽവാനിക് സെല്ല് വൃത്തിയായിട്ട് എന്ത് ചെയ്യാ? വരച്ചു പോകട്ടോ. സോ നോക്കടാ. എടാ ഒരു ഗാൽവാനിക് സെല്ലിൽ ശ്രദ്ധിക്കടാ, ഒരു ഗാൽവാനിക് സെല്ല് നമ്മൾ ആരെ വരക്കണടാ? സിങ്ക് കോപ്പർ സെല്ലിനെ പറ്റിയിട്ടാണ് നമുക്ക് വരക്കുക. ഗാൽവാനിക് സെല്ല് വരക്കാണത്. എടാ ആദ്യം തന്നെ ഒരു ബീക്കർ വരക്കാം. എടാ ഈ ഒരു ബീക്കറിൽ മക്കളെ ZnSO4 അഥവാ സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ വെക്കുക. മക്കളെ ഈ ഒരു ബീക്കർ എടുക്കുക. മക്കളെ ഇവിടെ ആരടാ? കോപ്പർ സൾഫേറ്റ് അഥവാ CuSO4 എന്ന് പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻ വെക്കുക. മക്കളെ ഇവിടെ എന്ത് മുക്കി വെക്കടാ? സിങ്ക് എന്ന് പറഞ്ഞ ഇലക്ട്രോഡ് മുക്കി വെക്കുക. മക്കളെ ഇവിടെ എന്ത് മുക്കി വെക്കടാ? കോപ്പർ ഇലക്ട്രോഡ് മുക്കി വെക്കുക. എന്നിട്ടാ വോൾട്ട്മീറ്ററുമായിട്ട് കണക്ട് ചെയ്യുക. വോൾട്ട്മീറ്ററുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ സംശയിക്കും, സാർ നെഗറ്റീവ് ആർക്കാണ് പോസിറ്റീവ് ആർക്കാണ്? അല്ലേ, നമുക്ക് തോന്നിയായിരിക്കും കൊടുക്കാൻ പറ്റൂല അല്ലേ? തോന്നിയായിരിക്കും കൊടുക്കാൻ പറ്റില്ല, തെറ്റാ. അതാ സിങ്കിനും കോപ്പറിനും നെഗറ്റീവാണോ പോസിറ്റീവാണോ, അല്ലെങ്കിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ നമുക്ക് സംശയമായിരിക്കും. മക്കളെ ആ സംശയം ക്ലിയർ ആക്കാൻ മക്കളെ എന്ത് നോക്കണടാ? റിയാക്ടിവിറ്റി സീരീസ് നോക്കണം, ക്രിയാശേഷി ശ്രേണി നോക്കണം, അല്ലെങ്കിൽ റിയാക്റ്റീവ് ശ്രേണി നോക്കണം. നോക്കിക്കോട്ടെടാ, ഫസ്റ്റത്തെ ക്രിയാക്റ്റീവ് ശ്രേണി പൊട്ടാസ്യം ആണ് ഏറ്റവും കൂടിയ റിയാക്ടിവിറ്റി. പിന്നെ സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. റെഡിയാണോ? ഇതാണ് മക്കളെ റിയാക്ടിവിറ്റി ശ്രേണി എന്ന് പറയും. റെഡിയാണോ? സോ മക്കളെ അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ. അതിനൊരു കോഡ് പറഞ്ഞുതരാം. കനകന്റെ
മകൾ സിങ്കി ഫെനിസന്റെ കൂടെ എങ്ങോട്ടാ പോയതാ? പബ്ബിലാ പോയത്. നല്ല സ്ഥലത്തേക്കാ പോയത് കേട്ടോ. കനകന്റെ മകൾ സിങ്കി ഫെനിസന്റെ കൂടെ എങ്ങോട്ട് പോയി? പബ്ബിൽ പോയി. എടാ പബ്ബ് പോയിട്ട് സംഭവിക്കുക? പബ്ബ് പോയിട്ട് എന്താ പ്രാർത്ഥിക്കണം? പബ്ബ് പോവാ അല്ല. ഹായ് അല്ലേ? ഹൈട്രസ് എന്ന് പറഞ്ഞ ഹായ്, കോപ്പർ എന്ന് പറഞ്ഞ കൂയി, ആകെ ഫുള്ളായി. ഫുൾ എന്താ ചെയ്തു? പോയി. റെഡിയാണോ? സോ മക്കളെ, കനകന്റെ മകൾ സിങ്കി ഫെനിസന്റെ കൂടെ പബ്ബിൽ പോയി, ഹായ് കൂയി, ആകെ പോയി. റെഡിയാണോ? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മാഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. റെഡിയാണോ? ഇവിടെ റിയാക്ടിവിറ്റി കൂടിയാ ഇതില് റിയാക്ടിവിറ്റി കൂടിയാൽ എപ്പോഴും എന്തായിരിക്കും? ആനോഡ് ആയിരിക്കും. ഇവിടെ റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ ആൾക്കാർ മക്കൾ എപ്പോഴും എന്തായിരിക്കും? കാഥോഡ് ആയിരിക്കും. റെഡിയാണോ? അങ്ങനെ മക്കൾ പറയടാ. ഇങ്ങനെയാണെങ്കിലും മക്കളെ സിങ്കില് ആനോഡാണോ കാഥോഡാണോ? റിയാക്ടിവ് സീരീസ് നോക്കടാ. സിങ്ക് ആണോ കോപ്പർ? റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ സിങ്ക് അല്ലടാ. അങ്ങനെയാണ് മക്കളെ സിങ്കിന് ചാർജ് കൊടുക്കണടാ, നെഗറ്റീവ് ചാർജ് കൊടുക്കണം. സിങ്കിന് ചാർജ് കൊടുക്കണം, നെഗറ്റീവ്. കോപ്പർ ഏത് കൊടുക്കണടാ? പോസിറ്റീവ്. അങ്ങനെ മക്കളെ കോപ്പർ ഏതായിരിക്കൂടാ? കാഥോഡായിരിക്കും. സിങ്ക് അപ്പം എന്തായിരിക്കൂടാ? ആനോഡായിരിക്കും. റെഡിയാണോ? സിങ്ക് ആനോഡ്. മക്കളെ നീ ശ്രദ്ധിക്കട്ടടാ. ആനോഡ് എന്ത് സംഭവിക്കടാ? ഓക്സിഡേഷൻ സംഭവിക്കുക. മക്കളെ അങ്ങനെ മക്കളെ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഇക്വേഷൻ എന്താടാ? Zn gives Zn2++ 2 ഇലക്ട്രോൺ മൈനസ്. മക്കളെ കാഥോഡ് എന്ത് സംഭവിക്കടാ? കാഥോഡ് സംഭവിക്കും റിഡക്ഷൻ അഥവാ ഇരോക്സീകരണം സംഭവിക്കും. മക്കളെ ഇക്വേഷൻ എന്താടാ? Cu2++ 2 ഇലക്ട്രോൺ മൈനസ് gives എന്ത് കിട്ടൂടാ? Cu എന്ന് കിട്ടും. റെഡിയാണോടാ? റെഡിയാണോ? ഇതാണ് മക്കളെ ആനോഡിന്റെയും കാഥോഡിന്റെയും ഇക്വേഷൻസ് നമ്മൾ പറയുന്നത്. റെഡിയാണോ? നെക്സ്റ്റ് നമുക്ക് നോക്കണടാ, സെൽ റിയാക്ഷൻ നോക്കണം. സെൽ റിയാക്ഷൻ അഥവാ സെൽ രാസപ്രവർത്തനം. സെൽ രാസപ്രവർത്തനം കാണാൻ വേണ്ടി എന്താ അറിയോ? ആനോഡിന്റെ ഇക്വേഷൻ എഴുതാ. Zn gives Zn2++ 2 ഇലക്ട്രോൺ മൈനസ്. മറ്റേ കാഥോഡിന്റെ ഇക്വേഷൻ എഴുതാ. Cu2++ 2 ഇലക്ട്രോൺ മൈനസ് gives കോപ്പർ. മക്കളെ ഈ 2 വെട്ടിപ്പോയി. മക്കളെ അഭികാരങ്ങൾ ഇവിടെ ആരുണ്ടടാ? സിങ്ക് ഉണ്ട് പ്ലസ്. മക്കളെ അപ്പുറത്ത് ആരുണ്ടടാ? കോപ്പർ 2+ ഇട്ടു. രണ്ടാമത്തെ റിയാക്ഷൻ അഭികാരം അഥവാ റിയാക്ടന്റ് ഗീവ്സ്. മക്കളെ ഒന്നാമത്തെ ഇക്വേഷനില് ഉൽപ്പന്നമാരടാ Zn ഉണ്ട് പ്ലസ്. മക്കളെ ആരുണ്ടടാ? Zn ഉണ്ട് പ്ലസ് ആരുണ്ടടാ? Cu. റെഡിയാണോ? ഇതാണ് മക്കളെ എന്താടാ ഇക്വേഷന്. റെഡിയാണോ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഒന്നും കൂടിയാണ് ഇവിടെ ഒന്നുകൂടി ഭംഗിയാക്കി എഴുതി തരാം. നോക്കോ. Zn പ്ലസ് Cu2+ gives Zn പ്ലസ് Cu. റെഡിയാണോ? Zn2+ ഉണ്ട് കേട്ടോ. Zn2+ Cu. റെഡിയാണോ? ഇവിടെ Zn2+ ഉണ്ട് കേട്ടോ. Zn2+. റെഡിയാണോ? ഇതാണ് മക്കൾ ഒരു ഗാൽവാനിക് സെല്ലില് ആനോഡ്, കാഥോഡ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, പിന്നെ എന്ത് ചെയ്യുക? ഒരു സാൾട്ട് ബ്രിഡ്ജ് വെക്കണം കേട്ടോ. മക്കൾ എന്തിനാണ് സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്? സാൾട്ട് ബ്രിഡ്ജ് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ഇലക്ട്രോഡിനെ പറയുന്ന പേരാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയും. റെഡിയാണോ? നെക്സ്റ്റ് ടോപ്പിക് നോക്കട്ടോ പെട്ടെന്ന്. സോ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ഇലക്ട്രോളിസിസ് ഓഫ് NaCl ഉണ്ട്. റെഡിയാണോ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. സോ നോക്കിക്കോ മക്കളെ. നെക്സ്റ്റ് നമുക്ക് ടോപ്പിക് എന്താണ്? ഇലക്ട്രോളിസിസ് ആണ്. വൈദ്യുത വിശ്ലേഷണമാണ് ഡിസ്കസ് ചെയ്യണത്. വൈദ്യുത വിശ്ലേഷണം. ആരെ വൈദ്യുത വിശ്ലേഷണമാണ്? ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാനുള്ളത് ഇലക്ട്രോലിസിസ് ഓഫ് NaCl. സോഡിയം, അതായത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോലിസിസ്. റെഡിയാണോ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം മക്കൾ ഒരു ബീക്കർ എടുക്കുന്നു. ഈ ബീക്കറിലേക്ക് 2 ഇലക്ട്രോഡ് വെക്കുന്നു, പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആരാണ് അറിയില്ല, ഞാൻ കറക്റ്റ് ചെയ്തു കേട്ടോ. സോ 2 ഇലക്ട്രോഡ് വെക്കുന്നു. ഇത് വോൾട്ട്മീറ്ററുമായിട്ട് കണക്ട് ചെയ്തു. ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. മക്കളെ ഇലക്ട്രോളിസിസ് മക്കളെ നെഗറ്റീവ് ഇലക്ട്രോഡ് മക്കൾ ആരായിക്കൂടാ? നെഗറ്റീവ് ഇലക്ട്രോഡ് ആരായിരിക്കും? കാഥോഡ് ആയിരിക്കും. റെഡിയാണോ? പോസിറ്റീവ് ഇലക്ട്രോഡ് മക്കൾ ആരാണ്? ആനോഡ്. ഓക്കെ അല്ലേ? ഞാൻ NaCl ആണ് ഇതിലേക്ക് ഇട്ടത്. മക്കളെ ഞാൻ ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ NaCl ബ്രേക്ക് ഡൗൺ ചെയ്യും. Na+ഉം Cl- ഉണ്ടാവും. ഈ പ്ലസ് ചാർജ് അങ്ങോട്ടാ പോയടാ? ഈ കാഥോഡിലേക്കല്ലടാ. ഈ നെഗറ്റീവ് ചാർജ് അങ്ങോട്ടാ പോവാ? ആനോഡിലേക്ക്. അപ്പോൾ മക്കളെ നമ്മുടെ കാഥോഡിൽ മക്കളെ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷനാണ് സംഭവിക്കുന്നത്. ആര് മൂലമടാ? മൂലം സോഡിയം മൂലം. മക്കളെ ആനോഡില് മക്കളെ സംഭവിക്കൂടാ? ഓക്സിഡേഷൻ ആണ്. അത് ആര് മൂലടാ? ക്ലോറിൻ മൂലം. റെഡിയാണോ? സോ അങ്ങനെ മക്കളെ കാഥോഡിൽ ഒരു ഗ്യാസും ലിബറേറ്റ് ചെയ്യൂല, ഒരു വാതകവും ഉണ്ടാവില്ല. പക്ഷെ ആനോഡിൽ മക്കളെ ഏത് ഗ്യാസ് ഉണ്ടാവൂടാ? ക്ലോറിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. റെഡിയാണോ? മറന്നു പോകണ്ട. റെഡിയാണോ? സോ മക്കളെ അങ്ങനെയാണ് മക്കളെ ലാസ്റ്റ് വന്ന് നോക്കോ. സെല്ലുകളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡിയാണോ? സെല്ലുകൾ മക്കളെ ഒരുപാട് സെല്ലുകളുണ്ട്. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും നമുക്ക് പഠിക്കാണ്ട്. പ്രൈമറി സെൽ എന്ന് പറയുന്നത് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളെ പറയുന്ന പേരാണ് പ്രൈമറി സെൽ എന്ന് പറയും. റെഡിയാണോ? സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളെ പറയുന്ന പേരാണ് സെക്കൻഡറി സെൽ എന്ന് പറയും. റെഡിയാണോടാ? പ്രൈമറി സെല്ലിന്റെ ഒരു എക്സാമ്പിൾ ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ലൊക്കെ നമ്മളെ ഈ ഒരു വാച്ചുകളിൽ അല്ലെ, പഴയ കാലത്തെ വാച്ചുകളിലൊക്കെ എന്ത് ചെയ്യും? ചെറിയ ബാറ്ററികൾ ഉണ്ടാവുമല്ലോടാ. ആ ബാറ്ററിക്ക് എന്ത് ബാറ്ററിയുടെ? പ്രൈമറി സെല്ലാണ്.
റെഡിയാണോടാ? നെക്സ്റ്റ് സെക്കൻഡറി സെൽ എന്ന് പറയും. സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളെ പറയുന്ന പേരാണ് സെക്കൻഡറി സെല്ല്. നമ്മളെ മൊബൈലിന്റെ ബാറ്ററി, ലാപ്ടോപ്പുകളുടെ ബാറ്ററി അല്ലേ മക്കളെ, ഇതൊക്കെ എന്ത് സെല്ലടാ? സെക്കൻഡറി സെൽ എന്ന് പറയും. റെഡിയാണോ? കാരണം വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റുന്ന വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകളെ പറയുന്ന പേരാണ് സെക്കൻഡറി സെൽ എന്ന് പറയും. റെഡിയാണോ മക്കളെ? വേറെ സെല്ല് മക്കളെ ഫ്യൂവൽ സെൽ എന്ന് പറയും. നമ്മൾ 2025 ക്രിസ്മസ് എക്സാം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്യൂവൽ സെൽ എന്ന് പറയും. മക്കളെ എന്താടാ ഫ്യൂവൽ സെൽ? കമ്പഷൻ മൂലം ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് എനർജി എന്താക്കി മാറ്റുന്നടാ? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലുകളെ പറയുന്ന പേരാടാ ഫ്യൂവൽ സെല്ല്. അതിനൊരു ഒറ്റ എക്സാമ്പിൾ മക്കളെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. അതായത് ആനോഡിൽ ഹൈഡ്രജനും കാഥോഡിലാര മക്കളെ ഓക്സിഡേഷനും. റെഡിയാണോ? സോ ഇതാണ് മക്കളെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. റെഡിയാണോ? നെക്സ്റ്റ് സെക്ഷനുമായിട്ട് എന്ത് ചെയ്യുക, വീണ്ടും കാണാം. താങ്ക് യു.